നാടകീയ രംഗങ്ങൾക്കൊടുവിൽ പി.ജെ. ജോസഫിനെ തള്ളി കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കെ.എം. മാണി പ്രഖ്യാപിച്ചു. മുൻ എം.എൽ.എ. തോമസ് ചാഴിക്കാടനാണ് സ്ഥാനാർത്ഥി. സീറ്റ് ലഭിക്കുമെന്ന ആവശ്യം പി.ജെ. ജോസഫ് അവസാന നിമിഷം വരെ ഉന്നയിച്ചെങ്കിലും അണികളുടെ വികാരം കണക്കിലെടുത്ത് തോമസ് ചാഴിക്കാടനെ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുകയായിരുന്നു. ഇതോടെ കേരള കോൺഗ്രസിനുള്ളിലെ ഭിന്നതയും മറനീക്കി പുറത്തുവന്നു. കേരള കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത നാടകീയ രംഗങ്ങളാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ കാണാനായത്. നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ അഭിപ്രായം തേടി പി.ജെ. ജോസഫിന്റെ സീറ്റ് ആവശ്യത്തെ മാണി വിഭാഗം തല്ലിക്കെടുത്തി. അവസാന നിമിഷം വരെ ശുഭാപ്തി വിശ്വാസം ജോസഫ് വെച്ചു പുലർത്തിയെങ്കിലും UDFന്റെ സമ്മർദ്ദം പോലും മറികടന്ന് കെ.എം. മാണി ചാഴിക്കാടനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. പാർട്ടി പ്രവർത്തകരുടെ വികാരങ്ങൾ മാനിച്ചുകൊണ്ട് ആണ് ഞാൻ തോമസ് ചാഴികാടനെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിട്ടുള്ളത്. തോമസ് ചാഴികാടൻ വളരെ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരാളാണ്. സഭയുടെ ഭാഗത്തു നിന്നും പ്രശ്നം ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങളുണ്ടായി. എന്നാൽ കോട്ടയം സീറ്റ് വെച്ചുമാറാൻ പോലും തയ്യാറാകാതെ പി.ജെയുടെ ആവശ്യത്തെ പൂർണ്ണമായും മാണി ഗ്രൂപ്പ് തള്ളിക്കളഞ്ഞു. 7 നിയോജക മണ്ഡലം കമ്മിറ്റികളിൽ 6 നിന്നും പി.ജെ. ജോസഫിനെതിരായുള്ള വികാരമാണ് ഉയർന്നു വന്നത്. സ്റ്റിയറിംഗ് കമ്മിറ്റിയിലെ ഭൂരിപക്ഷവും പി.ജെയെ തള്ളിക്കളയാൻ മാണി വിഭാഗം കൃത്യമായി ഉപയോഗിച്ചു. ലയനധാരണകൾ അപ്പാടെ ലംഘിച്ചുകൊണ്ടാണ് കെ.എം. മാണി സ്ഥാനാർത്ഥിയെ നിർണയിച്ചതെന്നാണ് പി.ജെ. ജോസഫ് പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ രണ്ടില പിളരാനുള്ള സാധ്യതകളാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. ഇടുക്കിയിൽ നിന്നും ആൽവിനും രഞ്ജിത്തിനുമൊപ്പം ടോബി ജോൺസൺ, മീഡിയ 1, കോട്ടയം.